ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. പാവ്ലോവ നമുക്ക് അത്ര പരിചിതമല്ല, ഒരു വിദേശ വിഭവമാണ്. അപ്പോൾ ഈ പാവ്ലോവയുടെ ഉദ്ഭവത്തെക്കുറിച്ച് അത് ഓസ്ട്രേലിയയുടേതാണെന്നും ന്യൂസിലൻഡിൻ്റെതാണെന്നും അവകാശപ്പെടുന്നുണ്ട്. ഈ പാവ്ലോവ എന്ന പേര് വന്നത് റഷ്യൻ ബാലെ നർത്തകിയായ അന്ന പാവ്ലോവയുടെ അവരോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഡെസേർട്ടിന് പാവ്ലോവ എന്ന പേര് വന്നത്. സ്വീറ്റായിട്ട് വിഭവം. അപ്പോൾ ഇത് മുട്ടയുടെ വെള്ള മെറുക് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? വരും. പാവ്ലോവ തയ്യാറാക്കാൻ നമ്മൾ ആദ്യമായിട്ട് 2 എഗ്ഗാണ് എടുക്കുന്നത്. എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാട്ടോ എടുക്കുന്നത്, യെല്ലോ തീരെ പാടില്ല. അപ്പം നമ്മളിങ്ങനെ എഗ് യെല്ലോ ഇങ്ങോട്ടേക്ക് മാറ്റിയിടണം. അങ്ങനെ 2 മുട്ടയുടെ വൈറ്റ് മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഗ് വൈറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്യണം. 2 എഗ് വൈറ്റിൽ 1/2 കപ്പ് ഷുഗർ, പൊടിച്ച ഷുഗറാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സ്റ്റിഫ് ആവുന്നവരെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ നമ്മൾ വിനിഗറും കൂടെ ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂണോളം വിനിഗർ കൂടെ ഈ ക്വാണ്ടിറ്റിയിലേക്ക് അത്ര മതിയാവും. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കും. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. കാണാം, ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് വയ്ക്കാം. ഒന്ന് ഈ ബാറ്റർ തന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്നെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മിഡിലേക്കാട്ടോ ഇത് ചെയ്ത് വെക്കണത്. നോക്കി ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ടോ? അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ പാവ്ലോവ ഈ ഒരു മിഡിലിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പാവ്ലോവയുടെ മിഡിൽ നമുക്ക് കുറച്ച് ക്രീമൊക്കെ ചെയ്യാനുണ്ട് ഇതിന് ശേഷം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കുറച്ചൊരു പൊക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രീം ആഡ് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഇത് ബേക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്കിവിടെ ചെറുങ്ങനെ സൈഡിലൊന്ന് പൊക്കി വെച്ച് കൊടുക്കാം. അതായത് നമുക്ക് ഇവിടെ ക്രീം നമ്മളുണ്ടാക്കുന്ന ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്കിവിടെ കുഴിച്ച് കൊടുക്കാം. പാവ്ലോവ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രീം തേക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു സ്പൂണിനെ കൊണ്ടുവന്ന് കുറച്ച് ഭംഗിയാക്കി കൊടുക്കുവാണ്. നമ്മൾ ഈ പാവ്ലോവ ബേക്ക് ചെയ്യുന്നത് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ നമ്മൾ 1 ശേഷം ബേക്ക് ചെയ്യുന്നത് 120 ഡിഗ്രിയിലാണ്. 75 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാവ്ലോവ 120 ഡിഗ്രിയിൽ 75 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മളുടെ പാവ്ലോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ക്രീം തേക്കാം. വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1/4 കപ്പുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ, പൊടിച്ച പഞ്ചസാര കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് വിപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല സ്റ്റിഫാക്കിയിട്ട് നമ്മൾ വിപ്പ് ചെയ്തെടുക്കണം. നമ്മളുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ നമുക്കിവിടെ ആഡ് ചെയ്യാം. നമ്മൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തേക്കാം. ഈ പാവ്ലോവയുടെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. പാവ്ലോവ നല്ല അതായത് മുട്ട
മുട്ടയുടെ വെള്ളയും ഷുഗറും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രാക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് സ്വാഭാവികമാണ് ഇതിൽ ക്രാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഈ ക്രീം ചെയ്യണം. അപ്പോൾ നമ്മുടെ പാവ്ലോവ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാനൊരിത്തിരി സ്ട്രോബെറീൻ്റെ ക്രഷ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ പാവ്ലോവയ്ക്ക് നല്ല രസമായിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയാണ്. നമുക്ക് സ്ട്രോബെറി ഇങ്ങനെ വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് മുന്തിരിയാണ്, സീഡ്ലെസ് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ്ലോവ ഡെക്കറേറ്റ് ചെയ്തു. അതിമനോഹരമായ പാവ്ലോവയുടെ സ്വാദ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പാവ്ലോവ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് പാവ്ലോവയാണ് കട്ട് ചെയ്യുന്നതും കഴിക്കുന്നതും. അപ്പം നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ് പാവ്ലോവ കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്കിതിന് ഒരു പൊടിയും ഇല്ലല്ലോ, മുട്ടയും പഞ്ചസാരയും മാത്രമേ ഇതിലേക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പാവ്ലോവ ഇതാ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ബേക്ക് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും കോംപ്രമൈസ് ഒന്നുമില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് ഞാൻ കേട്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള പാവ്ലോവയാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ചെയ്ത് നോക്കട്ടെ, അപ്പോൾ പറയാം. ഒന്നും പറയാനില്ല കേട്ടോ. ഇത് പാകത്തിന് മധുരമായത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ താഴത്തെ ഭാഗത്തിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. അതിങ്ങനെ വായിൽ നിന്ന് പക്ഷേ പെട്ടെന്ന് അലിഞ്ഞു പോവും. പിന്നെ ഈ ക്രീമിൻ്റെയും ഈ പുളിയുള്ള ഫ്രൂട്ട്സും ഒക്കെ കൂടി ചേരുമ്പോൾ ഒരു നല്ല ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും ഒന്നിത് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാവ്ലോവ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഇനി നിങ്ങളും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ.